ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ ഞാൻ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അതിനു മുമ്പേ ഞാൻ എന്തുകൊണ്ട് ഈ കണ്ടൻറ്റ് എടുക്കുന്നു, എന്തുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ വീണ്ടും കണ്ടൻറ്റുമായിട്ട് വരുന്നു എന്നൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ട് നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. എൻ്റെ ഇന്നലെ 2 സ്റ്റുഡൻസ്, അതിൽ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു. നിലവിൽ പഠിക്കുന്ന കുട്ടിയാണ്. അതിന് കുറച്ച് ഫാമിലി പ്രോബ്ലംസ് കാരണം കുറച്ച് ഒരാളുടെ ലോസ്റ്റ് ഉണ്ടായി. അപ്പോൾ അത് കാരണം ഭയങ്കര ഫിസിക്കലി മെൻ്റലി ഒക്കെ ആകെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലാണ്. അപ്പോൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ് എന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എന്നാൽ ഒരു കാര്യം ചെയ്യുക, ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ഇയാൾ നന്നായിട്ട് ഓക്കെ ആയിട്ട് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്നോട് പറഞ്ഞു, ഇല്ല ടീച്ചറെ, ഞാൻ തിരിച്ച് ലൈഫിലേക്ക് വരുന്നതിൻ്റെ ഒരു റീസൺ ടീച്ചറിൻ്റെ ക്ലാസ്സാണ്. അതെനിക്ക് തരുന്ന മോട്ടിവേഷൻ ചില്ലറയൊന്നും അല്ല, അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു വിഷമത്തോടൊപ്പം ഒരു ആശ്വാസവും തോന്നി. അപ്പോൾ ഞാൻ കാരണം കുട്ടികൾക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടുന്നല്ലോ എന്നുള്ളത് വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ വേറൊരു സ്റ്റുഡൻറ്റ് എനിക്ക് മെസ്സേജ് അയക്കുന്നു, ടീച്ചറെ എന്താ യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇപ്പോൾ കാണുന്നത്, പഠിച്ച് കഴിഞ്ഞ കുട്ടിയാണ്, വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, വല്ലപ്പോഴും ടീച്ചർ ഇങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്കത് വളരെ ആശ്വാസമാണ്. അപ്പോൾ ആ കുട്ടി അതിൻ്റെ കുറച്ച് കഥകളൊക്കെ എന്നോട് പറയുന്നു. അപ്പോൾ ശരിയാണ്, നമുക്ക് എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഓരോ ഫാമിലി ഇഷ്യൂ ആയാലും കരിയർ വിഷയത്തിലായാലും മണി പ്രശ്നത്തിലായാലും എല്ലാവരും ബുദ്ധിമുട്ടുന്ന അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആർക്കൊക്കെയോ ചിലർക്ക് ഞാൻ അവരുടെ ഒരു അമ്മയെ പോലെയോ ചേച്ചിയെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. പക്ഷേ ഒരാൾക്കെങ്കിലും ആ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുന്നു. എൻ്റെ വീഡിയോ ശരിക്കും എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്, ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് 500-ൽ താഴെ ആൾക്കാർ മാത്രമേ കാണാറുള്ളൂ. അത് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരേ ഒരു ആശ്വാസം. അപ്പോൾ ഞാൻ ഓർത്തു, ഒരാൾക്ക് എൻ്റെ വീഡിയോ കാരണം ലൈഫിലേക്ക് ഒരു തിരിച്ചു വരവ് വരുന്നുണ്ടെങ്കിൽ ഞാനത് ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. പക്ഷേ എനിക്ക് കണ്ടൻറ്റ് ഒന്നുമില്ല, ഞാൻ എന്ത് വന്നിരുന്ന് പറയും. അങ്ങനെ ഇന്നലെ രാത്രി സത്യത്തിൽ ഞാൻ കിടന്നപ്പോൾ ആലോചിച്ചു, ഞാൻ എന്ത് കണ്ടൻറ്റ് ഇട്ടാൽ ഈ യൂട്യൂബിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് എനിക്കിങ്ങനെ ആലോചിച്ച് കിടന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പഠിക്കുക എന്ന് പറയുന്നതാണ്. പല പല സബ്ജക്റ്റ് ഞാനിപ്പോൾ പഠിക്കുന്നു. ഞാൻ ലൈഫിൽ ഇതുവരെ പഠിക്കാത്ത കാര്യങ്ങളെ പഠിക്കുന്നു, പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കുന്നു. അതാണിപ്പോൾ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. പൊതുവേ ഞാൻ പഠിക്കാൻ കുറച്ച് കുഞ്ഞിലേ തൊട്ട് കുറച്ച് മിടുക്കിയായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഒരു ആർത്തി പോലെയാണ്. എല്ലാ ക്ലാസ്സുകൾക്കും ഞാൻ ജോയിൻ ചെയ്യും, എല്ലാത്തിലും പഠിക്കും. അപ്പോൾ ഈ ഇടക്കാലത്ത് ഒരു 4 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മൈൻഡ് പവർ, മൈൻഡ് മാസ്റ്ററി, അങ്ങനത്തെ ഇഷ്ടം പോലെ ഞാൻ ഏൺ ചെയ്യുന്ന മണിയിലൊരു 50% ഞാൻ ചിലവാക്കുന്നത് ഇത്തരം ക്ലാസ്സുകൾക്കാണ്. ഇതെല്ലാം നല്ല പൈസ ചിലവുള്ള ക്ലാസ്സുകളാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 കാര്യങ്ങൾ പഠിക്കുക, പിന്നെ ഒന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഓർത്തു, ശരി, ഞാൻ ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കി 4 വർഷം കൊണ്ട് ഞാൻ ഒത്തിരി പൈസ ചിലവാക്കി പഠിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട്, ഇതെല്ലാം അറിവുകളാണല്ലോ, എന്തുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല? അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാമല്ലോ, പറഞ്ഞു കൊടുക്കാമല്ലോ, അത് ഉപകാരപ്പെടുന്ന ഒരു കുട്ടിയെങ്കിലും ഉണ്ടാകുമെങ്കിൽ അതും നല്ലതല്ലേ. അപ്പം ഞാൻ ഓർത്തു, ശരി, എന്നാൽ അങ്ങനെ ഒരു സീരീസ് തുടങ്ങാം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരവും പെടട്ടെ, എനിക്ക് ഇതുപോലെ എൻ്റെ കുട്ടികളോട് പറയാനൊരു കണ്ടൻറ്റുമായി. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഞാൻ ഓക്കെ റെഡി. എനിക്ക് ക്യാമറാമാനില്ല, ഇത് ഞാൻ തന്നെ എടുക്കുന്ന വീഡിയോ ആണ്. ഇതുവരെ ഞാൻ എടുത്തിട്ടുള്ള യൂട്യൂബ് വീഡിയോ എല്ലാം ക്യാമറ സെറ്റ് ചെയ്യുന്നു, ആംഗിൾ നോക്കുന്നു. ദേവനാണ് എൻ്റെ ക്യാമറാമാൻ. ദേവൻ വന്ന് നിന്ന് ഷൂട്ട് ചെയ്യുന്നു, ആക്ഷൻ പറയുന്നു, കട്ട് പറയുന്നു, അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ സ്വന്തമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫക്റ്റുകളൊക്കെ ഉണ്ടാകാം, അതൊക്കെ നിങ്ങൾ സഹിച്ചോളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആകെ കുറച്ച് പേരെ കാണുന്നുള്ളൂ, അതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പം ഞാനിത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത്, ഒരിക്കലും ഒരു ടീച്ചറായിട്ടല്ല. അത് നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കണം. ഞാനൊരു ടീച്ചറായിട്ട് പറയുന്നതല്ല. അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു ഇതൊക്കെ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതല്ലാതെ എനിക്കിതിൽ വലിയ PhD ഒന്നും നേടിയ ആളല്ല. അപ്പം ഞാൻ ഈ 4 വർഷമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് മൈൻഡ് മാസ്റ്ററി കോഴ്സുകൾക്കാണ്. ഞാൻ വളരെ വീക്കായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. അത് ഞാൻ ഗ്രാജുവലി മാറ്റിക്കൊണ്ട് വരുന്നു. എൻ്റെതായിട്ടുള്ള ഡിഫക്റ്റുകളൊക്കെ ഞാൻ മാറ്റിക്കൊണ്ട് വരുന്ന ആ ഒരു പാതയിലാണ്. ഒരിക്കലും അതിൻ്റെ ഒരു 25% പോലും ആയിട്ടില്ല. അതിനുവേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തത് ലക്ഷങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അത്രയും ടൈം സ്പെൻഡ് ചെയ്ത്, പക്ഷേ എന്നാൽ പോലും നമ്മൾ അതിൻ്റെ ഒരു 25% എത്തിയിട്ടുമില്ല. ആ ഒരു നിലയ്ക്ക് ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള നമ്മുടെ ഒരു ഹീലിംഗ് ജേർണി എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ജേർണിയാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ, എല്ലാവർക്കും അത്രയും പൈസ കൊടുത്ത് നമുക്കിങ്ങനെ ഹീലിംഗ് പ്രോസസ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഞാൻ ഓക്കെ എൻ്റെ കുട്ടികൾക്ക് ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാലൊക്കെ നമുക്ക് മാനിഫെസ്റ്റേഷൻ്റെ 369 ടെക്നിക്ക്, 555 ടെക്നിക്ക്, അങ്ങനെ ഒത്തിരി ടെക്നിക്കുകളൊക്കെ ഉണ്ട്. നമ്മളിൽ പലരും അതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ വിജയങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. പല വൻ വിജയങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ നമ്മൾ പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അറ്റൻഡ് ചെയ്യുന്നവർക്കൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഇത് കിട്ടും. നിങ്ങൾ തന്നെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ സെർച്ച് ചെയ്താൽ പലരുടെയും ഇത് കാണാം അല്ലേ. അവർ പറയുന്നു ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി, എനിക്ക് ആ ജോലി കിട്ടി, ഈ ജോലി കിട്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന കേൾക്കാറുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷേ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ടെമ്പററി വിജയങ്ങൾ മാത്രമാണ്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന, 1 മാസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ 2 മാസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എനിക്കും അതുപോലെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു വാവ്, നമ്മൾ ഹീലായി, നമുക്ക് ഇനി ഒരു പ്രശ്നമില്ല, നമ്മളിതാ പെർഫെക്റ്റ്ലി ഓക്കെ, അങ്ങനെ വിചാരിക്കുന്നു. 1 മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എത്രത്തോളം നമ്മൾ താഴേന്നാണോ വന്നത് അത്രത്തോളം താഴേയിലേക്ക് പോകും. അതിനേക്കാളും താഴെ പോകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ പ്രതീക്ഷയും കൂടി നഷ്ടപ്പെടും. കാര്യം നമ്മൾ വിചാരിച്ചത് നമ്മൾ സർവൈവ് ചെയ്തു, നമ്മുടെ ആ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിച്ച് നിന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ താഴേക്ക് പോകുന്നു. അത് നമ്മളെ മെൻ്റലി വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. അങ്ങനെ അത് ആണ് ശരിക്കും ഈ ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഈ 4 വർഷം ഞാൻ പഠിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പെർമനൻ്റ് സൊല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് വർഷങ്ങളെടുത്തുള്ള ഒരു ഹീലിങ്ങിലൂടെ മാത്രമേ നമുക്ക് നമ്മളുടെ മനസ്സിനെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൊണ്ടോ ഒന്നും, ഒരു ഹീലിംഗ് കൊണ്ടോ ഫൊർഗീവ്നെസ് കൊണ്ടോ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടോ കുറേ അഫർമേഷൻസ് പറഞ്ഞത് കൊണ്ടോ ഒന്നും നമ്മളുടെ മൈൻഡ് നമ്മളുടെ ഇതിലേക്ക് വരില്ല. പകരം നമ്മൾ ഹീലിംഗ് പൂർണ്ണമായിട്ട് ചെയ്യണം. നമ്മുടെ സെൽഫ് ഹീലിംഗ് നടത്തി അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് ബാക്കി പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഹീലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെന്താ ഈ ക്ലാസ്സുകളിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു വീട്, ആ വീടിനകം മൊത്തവും അഴുക്കാണ്. അഴുക്ക് ക്ലോത്തുകൾ, പഴയ സാധനങ്ങൾ, ബാഡ് സ്മെല്ല് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെളിയിൽ നല്ല പെയിൻ്റ് അടിക്കുന്നു, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഹൈ കോസ്റ്റ് പെയിൻ്റ് അടിച്ച് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടൊക്കെ നല്ല ഇതാക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് അതിലൊരു ഹാപ്പിനെസ് കിട്ടുന്നു. പക്ഷെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ പഴയതിനെക്കാട്ടി മോശപ്പെട്ട അവസ്ഥയാണ്. അതായത് നമ്മളുടെ ഇൻറ്റേർണൽ ക്ലീൻ ചെയ്യാതെ നമ്മൾ ഈ പറയുന്ന ബാക്കി മാനിഫെസ്റ്റേഷനോ അഫർമേഷനോ ഒന്നും പറഞ്ഞതുകൊണ്ട് നമുക്ക് ലൈഫിൽ ഒരു മാറ്റവും പെർമനൻ്റ് ആയിട്ട് ഉണ്ടാവില്ല. ടെമ്പററി ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഞാൻ ഒത്തിരി പൈസ ചിലവാക്കി പഠിച്ചെടുത്ത ഒരു ടെക്നിക്കാണ്. അതും എന്നെ സത്യത്തിൽ അങ്ങനെ പഠിപ്പിച്ചതും അല്ല കേട്ടോ. ഞാനെന്ന് പറയുന്ന ഒരാൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അത് എഴുതിയെടുത്ത്, ഓരോ പോയിൻ്റ് എഴുതിയെടുത്ത് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന അങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. ഒരു സെൻറ്റൻസ് ഒരു ടീച്ചർ പറഞ്ഞു തന്നാൽ ആ സെൻറ്റൻസ് ഞാൻ എഴുതിയെടുത്തിട്ട് അതിനെ പറ്റി പിന്നെ ഞാൻ ഗവേഷണം നടത്തും.
ഇപ്പോഴാണെങ്കിൽ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് അതിൽ ചോദിക്കും, ജെമിനിയിൽ ചോദിക്കും, എന്നിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുക്കും. അങ്ങനെ ഞാൻ റിസർച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ, പഠിക്കുന്ന ഒരാളാണ്. അങ്ങനെ എനിക്ക് കിട്ടിയ ഹീലിംഗ് പ്രോസസ്സിൽ ഈ റീസെൻ്റായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഹീലിംഗ് മെത്തേഡാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. ഇതെന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ ചെയ്തത് കൊണ്ട് നാളെ രാവിലെയോ 3 മാസം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞോ ഒന്നും നമുക്ക് കംപ്ലീറ്റ്ലി റിക്കവർ ആവാൻ പറ്റില്ല. ഇതൊരു ജേർണിയാണ്. ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് 54 വയസ്സായി. ഈ 54 വയസ്സിൽ എൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെ മുറിവുകളുണ്ടോ ആ മുറിവുകൾ എല്ലാം നമ്മൾ പുറത്തേക്കെടുത്ത് ക്ലീൻ ചെയ്ത് പുതിയ മരുന്ന് വെച്ച് അതിനെ ഉണക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വർഷത്തെ മുറിവുകളാണെന്ന് ആലോചിക്കണം. ഇതിൽ പലതും നമ്മുടെ ബോധ മനസ്സിന് അറിയാത്ത കാര്യങ്ങളുമാണ്. ഇതെല്ലാം ഉപബോധ മനസ്സിന് അറിയാം. നമുക്ക് 2 മനസ്സുണ്ടെന്നറിയാമല്ലോ, ഉപബോധ മനസ്സും ബോധ മനസ്സും, കോൺഷ്യസും സബ് കോൺഷ്യസും. ഈ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിന് എല്ലാ കാര്യങ്ങളും അറിയാം. അതായത് ഞാൻ ജനിച്ചത് എവിടെയാണ്, ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ എന്താണ് തോന്നിയത്, അങ്ങനെ തൊട്ട് അതിനു മുമ്പേ എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്ന് ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് വരെ ഈ ഉപബോധ മനസ്സിന് അറിയാമെന്നാണ് പറയുന്നത്. അവിടെ വെച്ച് കരഞ്ഞതുപോലും ഉപബോധ മനസ്സിന് ഓർമ്മയുണ്ട്, പക്ഷേ എൻ്റെ ബോധ മനസ്സിന് ഇതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്ത് മുറിവാണ് ശരിക്കും എനിക്കുള്ളത് എന്നുള്ളത് എൻ്റെ ബോധ മനസ്സിന് അറിയില്ല. അതാദ്യം അറിയുക എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ അറിയുക? നമുക്കറിയാം, നമ്മൾ ലൈഫ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ എന്നോട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് വിഷമം തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഓർമ്മയുള്ളൂ അല്ലേ. നമുക്കെല്ലാം ജനിച്ച സമയത്തോ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, എൻ്റെ 5-ാം വയസ്സിൽ എന്ത് സംഭവിച്ചു, 10-ാം വയസ്സിൽ എന്ത് സംഭവിച്ചു, 15-ാമത്തെ വയസ്സിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്കങ്ങനെ ഓർമ്മയില്ല. ഞാൻ വിചാരിച്ചത് എൻ്റെ ബാല്യകാലത്തൊന്നും എനിക്കങ്ങനെ വലിയ ട്രോമയുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പറയുകയാണെങ്കിൽ അമ്മയുടെ കുറച്ച് കുറ്റം പറയാം, അച്ഛൻ്റെ കുറച്ച് കുറ്റം പറയാം, ബ്രദറും സിസ്റ്ററും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കങ്ങനെ ബാല്യകാല ട്രോമയൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നോടിങ്ങനെ എനിക്ക് ഒരു ഹോംവർക്കായിട്ട് കിട്ടിയ ഒരു സബ്ജക്റ്റാണ് നമ്മളിങ്ങനെ എഴുതുക എന്നുള്ളത്. ഈ എഴുതുക എന്ന് പറയുന്നതിലും വലിയ കാര്യമുണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ പറയുന്നതിനെക്കാട്ടി എഴുതുന്നതിൽ നമ്മൾ പറയുന്നതിനെക്കാട്ടി 10 ഇരട്ടിയോ 20 ഇരട്ടിയോ എഫക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എഴുത്തിനും അതിൻ്റേതായ പ്രസക്തിയുണ്ട്. അപ്പോൾ എനിക്ക് തന്ന ഒരു ഹോംവർക്കിൽ നിന്നാണ് ഞാനൊരു ഹീലിംഗ് പ്രോസസ്സ് കണ്ടുപിടിക്കുന്നത്. ഹോംവർക്ക് ഇതായിരുന്നു: നമ്മളുടെ ലൈഫിൽ നടന്ന മോശപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ട് കത്തിച്ച് കളയുക. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്യുക എന്നുള്ള ഒരു ഹോംവർക്കിൽ നിന്നാണ് ഞാൻ എൻ്റേതായിട്ടുള്ള ഹീലിംഗ് പ്രോസസ്സ് ആരംഭിക്കുന്നത്. അപ്പം ഞാൻ പേപ്പറും പേനയൊക്കെ എടുത്തിരുന്ന് എഴുതാൻ തുടങ്ങുമ്പോൾ എനിക്ക് കുഞ്ഞിലെ ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് എൻ്റെ മുറിവുകളെല്ലാം എനിക്ക് ഒരു ടീനേജ് കഴിഞ്ഞതിന് ശേഷമുള്ള ഓർമ്മകളേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്തു, അങ്ങനെയല്ലല്ലോ, നമ്മളെ കുഞ്ഞിലെ ഉള്ള ഓർമ്മകളെ കണ്ടുപിടിക്കാൻ എന്താ വഴി? അപ്പം ഞാൻ ചെയ്ത ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ 54 വയസ്സിനെ പല ഏജ് ഗ്രൂപ്പായിട്ട് തിരിച്ചു. അതായത് ഞാൻ സ്കൂളിങ് 10-ാം ക്ലാസ് വരെ പഠിച്ച ഒരു കാലഘട്ടം, ഞാൻ കോട്ടൺ ഹിൽ സ്കൂളിലാണ് 10-ാം ക്ലാസ് പഠിച്ചത്. അപ്പോൾ ഞാൻ 10-ാം ക്ലാസ് വരെ പഠിച്ച കാലഘട്ടം ആദ്യം എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഈ 10-ാം ക്ലാസ് വരെയുള്ള എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല എഴുതാൻ. അങ്ങനെ ഞാനൊരു പേപ്പറും പേനയും എടുത്ത് ഞാൻ ഇരിക്കുവാണ്. എവിടെ തുടങ്ങണം എന്നറിയില്ല. കാര്യം എനിക്ക് എൻ്റെ കുഞ്ഞിലെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് കഴിഞ്ഞ വർഷത്തെ കാര്യം പോലും ഓർമ്മയില്ല. അപ്പം കുഞ്ഞിലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മയില്ല. അങ്ങനെ വലിയ ട്രോമയും ഉള്ള ഒരാളല്ല. അത്യാവശ്യം സാമ്പത്തികം വളരെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛന് ഗവൺമെൻറ് ജോലിയാണ്. നമ്മൾ പട്ടിണിയല്ല. അതേപോലെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ തരാൻ പാകത്തിനുള്ള കുടുംബ പശ്ചാത്തലമുള്ള വീട്ടിലെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ട്രോമയായിട്ട് പറയാനൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല.
അപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ എന്തെഴുതാനെന്നിങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് ആദ്യമായിട്ട് എന്നെക്കുറിച്ച് ഞാൻ ജനിച്ച ആ സമയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു വയസ്സ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് എനിക്ക് ആകെയുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ സഹോദരിമാർ പറഞ്ഞു തന്ന ഒരു കഥയാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മ മരിക്കാൻ കിടക്കുന്ന സമയം, എനിക്ക് ഒരു വയസ്സിനകത്താണ് ഈ അച്ഛൻ്റെ അമ്മ മരിക്കുന്നത്. അപ്പോൾ ഞാൻ ജനിക്കുമ്പോഴേ അവർ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജനിച്ചതിന് ശേഷം ഇവരെ ഇടയ്ക്ക് എന്നെ അടുത്ത് കിടത്താൻ എപ്പോഴും അടുത്ത് കിടത്തിത്താന്ന് ഇവരോട് പറയുമായിരുന്നു. അങ്ങനെ കുഞ്ഞിലേക്ക് ഞാൻ കിടക്കുമായിരുന്നു. പിന്നെ ഓർമ്മ വന്ന സമയം തൊട്ട് പിന്നെ അടുത്ത് പോയി കിടക്കില്ല, കുഞ്ഞിക്കുട്ടിയല്ലേ. അങ്ങനെ ഞാൻ കരയും. അപ്പോൾ അമ്മുമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നെ അടുത്ത് കിടത്തിത്തായോ എന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു. ഈ ഒരു ഓർമ്മയാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ, എന്നെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഓർമ്മ. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഞാനിത് എഴുതാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത് എഴുതുന്ന സമയത്ത് എനിക്ക് ശരിക്കും ആ ഒരു പിക്ചറൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എൻ്റെ അമ്മൂമ്മ കിടക്കുന്നു, ഞാൻ കണ്ടിട്ടോ എനിക്ക് ഓർമ്മ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മളിങ്ങനെ പിക്ചറൈസേഷൻ ചെയ്യുമല്ലോ മനസ്സിൽ. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ കരയുന്നു, അമ്മൂമ്മ പറയുന്നു അടുത്തുകൊണ്ടേ കിടത്താൻ പറയുന്നു, ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കരയുന്നു. അതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ ഞാൻ എഴുതിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന്, എനിക്കൊരു 3-4 വയസ്സ് അതിനകത്തേ ഉണ്ടാകും. ഞാൻ ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ പെങ്ങളോട് പറയുന്നു. അപ്പോൾ എപ്പോഴും ഈ അച്ഛൻ്റെ പെങ്ങൾ എന്നോട് ഈ അച്ഛൻ്റെ അമ്മയുടെ കഥകൾ ഇങ്ങനെ പറയുമല്ലോ. പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിക്കുന്നു, ഭീമാപള്ളി അന്ന് നമ്മുടെ ഫേമസ് പള്ളിയാണല്ലോ, ഭീമാപള്ളിയിൽ 5 രൂപ കാണിക്കയിട്ടാൽ ഈ അച്ഛൻ്റെ അമ്മ തിരിച്ച് വരില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആൻറ്റി പറയുന്നു ഇല്ല മോളെ അങ്ങനെ വരില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അതെന്താ വരാത്തത്, 5 രൂപയെന്ന് പറഞ്ഞാൽ അന്നത്തെ 5 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 5000-50,000-ൻ്റെയൊക്കെ വില കാണും. 5 രൂപ ഇട്ടിട്ടും തിരിച്ചു വരൂലേ എന്ന് എൻ്റെ കുഞ്ഞു മനസ്സിൽ ചോദിക്കുന്നത് ശരിക്കും ഞാൻ ഈ 54-ാമത്തെ വയസ്സിലിരുന്ന് എഴുതിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വന്നു. ഞാൻ അങ്ങനെ ചോദിച്ച് വിഷമിച്ചതുമൊക്കെ എനിക്കത് വല്ലാത്ത ഷോക്കിംഗ് ആയിപ്പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ വീട് എനിക്ക് ഓർമ്മ വരുന്നു. ആ വീട്ടിലെ ശരിക്കും തുണി നനയ്ക്കുന്ന കല്ലിൽ ആൻറ്റി നിൽക്കുന്നത് ഓർമ്മയുണ്ട്, അവ്യക്തമായ ഓർമ്മകൾ. പിന്നെ ഞാനിങ്ങനെ എഴുതി വരുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും എനിക്ക് ബാല്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വരുന്നു. എനിക്കത് വല്ലാത്ത സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഞാൻ ഒരു പേജ് പോലും എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ചിടത്ത് നിന്ന് ഞാൻ 20-ലധികം പേജുകൾ എനിക്ക് എഴുതാൻ സാധിച്ചു. എഴുതിയപ്പോഴാണ് ഞാൻ എൻ്റെ കുഞ്ഞ് അനുഭവിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു കുഞ്ഞു മനസ്സിലേക്ക് പോകാൻ പറ്റി. ആ കുഞ്ഞു മനസ്സിൽ ഞാൻ അനുഭവിച്ച ഫീലിങ്സ് എല്ലാം, ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ വന്നതും, അല്ലെങ്കിൽ പേടിയും, അന്നത്തെ പേടിയാണ്, എനിക്ക് ഇന്നും പേടിയാണ് ചില കാര്യങ്ങളോടുള്ള ഭയവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ കുഞ്ഞു മനസ്സിൽ ആലോചിച്ച് നോക്കട്ടെ എത്ര വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് എന്നുള്ളത്. ആ മനസ്സെനിക്ക് ഓർമ്മ വന്നു. ആ ഓർമ്മയിൽ നിന്ന് ഞാനിങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസത്തെ പ്രോസസ്സ് അല്ല ഇത്. കുറേ ദിവസം എടുത്തു എനിക്കിത് കളക്ട് ചെയ്ത് ഞാൻ എഴുതുന്നോറും എനിക്കെല്ലാം ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ആ വഴികൾ, അയൽവക്കത്തെ ചേച്ചിമാർ. ഞാൻ ആക്ച്വലി 8ാം ക്ലാസ് വരെ ആ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. 8ാം ക്ലാസ് ആയപ്പോൾ ഞങ്ങൾ ആ വീട് വിറ്റ് മാറിയതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടേയില്ല. ആ 8ാം ക്ലാസ് വരെ പഠിച്ച വീട്, അതിൻ്റെ തിണ്ണ, ആ വീട്ടിൽ എത്ര മുറികളുണ്ട്. പിന്നീട് ഞാൻ ആ വീടിനെക്കുറിച്ച് ഓർക്കുന്നത് ഇപ്പോഴാണ്. അതിൻ്റെ പിറകിൽ വയലുണ്ടായിരുന്നെന്നും പിറകിലൊരു ടോയ്ലറ്റ് ഉണ്ടെന്നും സൈഡിലായിട്ട് കിണറും ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് എനിക്ക് വളരെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വരുന്നു. അങ്ങനെ ഞാനിങ്ങനെ എഴുതുന്നുണ്ട്. ആ കുഞ്ഞു മനസ്സിൽ എനിക്ക് എന്തൊക്കെ മുറിവേറ്റു എന്നൊക്കെ ഉള്ളതൊക്കെ എനിക്ക് എഴുതാൻ സാധിച്ചു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും വർഷം പഠിച്ചതിൽ എനിക്ക് ഏറ്റവും അതിശയകരമായിട്ടും എനിക്ക് സെൽഫ് ഹീലിംഗ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇതിത്ര എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ എൻ്റെ മനസ്സിന് എന്തൊരു വേദന ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ആ കുഞ്ഞു മനസ്സിൽ ഒരുപാട് വേദനയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു.
അതെല്ലാം എനിക്ക് അയ്യോ ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ആ ഒരു ഇത് വരികയും അപ്പോൾ നമ്മൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യാണ്. ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ തന്നെ നമുക്ക് തോന്നും അയ്യോ ഇത് കുഞ്ഞു കാര്യമല്ലേ, ഇത് ഇത്രയല്ലേ ഉള്ളൂ, അതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ മനസ്സിലങ്ങ് റിലീഫ് കിട്ടുവാണ്. അതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു 5 പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു നിസാര കാര്യം എന്നുള്ള മട്ടിൽ അതങ്ങ് പോയി, വലിയൊരു കാര്യം നിസാരം എന്നുള്ള മട്ടിൽ പോയി. അപ്പം ഞാൻ 1 മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് എഴുതി, അത് മൊത്തം എഴുതി കത്തിച്ച് കുറേ ദിവസം ഞാൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തു. എനിക്ക് പിന്നെ എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള ലൈഫ് ഓർത്താൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ ഓടി നടക്കുന്നതും അതുവരെ എനിക്കത് ഇഷ്ടമേ അല്ലായിരുന്നു. ആ ഒരു ഇത് ഓർക്കുമ്പോൾ തൊട്ട് കരച്ചിലും വിഷമവും ഒക്കെ വരുമായിരുന്നു. പക്ഷേ ഒൺസ് നമ്മൾ ഹീലായി കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ നിങ്ങളിൽ പലർക്കും ഈ കാര്യങ്ങൾ എഴുതുമ്പോൾ ചിലപ്പോൾ അമ്മ നഷ്ടപ്പെട്ടവർ, അച്ഛൻ നഷ്ടപ്പെട്ടവർക്കൊക്കെ വല്ലാത്ത വേദന ഉണ്ടാകും. അപ്പോൾ നമുക്ക് കരഞ്ഞ് മരിക്കും. നമ്മൾ കരയുക എന്ന് പറഞ്ഞാൽ കരയുക തന്നെയാണ്. അതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ആ വേദന, അതായത് നമ്മൾ ആ മുറിവിനെ എടുക്കുകയാണ്, ക്ലീനിങ്ങിന് വേണ്ടി എടുക്കുകയാണ്. അതിൻ്റേതായ പെയിൻ ഉണ്ടാകും. ആ പെയിൻ വല്ലാത്ത പെയിനാണ്. അത് എനിക്ക് പിന്നീട് വന്ന, അതായത് പിന്നീട് ഞാൻ കല്യാണം കഴിക്കുന്നതും അത് സംബന്ധമായിട്ട് പിന്നീട് വരുന്ന പല അനുഭവങ്ങൾ എഴുതിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് വല്ലാത്ത വേദന ഉണ്ടാകുകയും എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ വരികയും കരഞ്ഞ് മെഴുകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഒരു തവണ എഴുതി നമ്മൾ അത്രയും കരയും. അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ അത്ര വേദന വരില്ല. പിന്നെ അങ്ങനെ നമ്മളിത് ഒരു കാര്യം തന്നെ പല തവണ നമ്മൾ എഴുതി കത്തിച്ച് നമ്മൾ ഒരിക്കലും എഴുതിയത് വായിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഇന്ന് 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കാര്യമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് എഴുതി കഴിഞ്ഞ് അപ്പോൾ തന്നെ പോയി കത്തിച്ച് കളയുക. ഇനി ഞാൻ ഫ്ലാറ്റിലായതുകൊണ്ട് ഞാൻ കീറി വേസ്റ്റ് കുട്ടയിൽ കളയുകയാണ് ചെയ്തത്. കത്തിച്ച് കളയാൻ പറ്റുന്നവർ കത്തിച്ച് കളയുക, വായിക്കുകയോ ചെയ്യരുത്. അത് നമ്മൾ ഒഴിഞ്ഞു പോവുകയാണ്. നമ്മളത് എഴുതുന്നു, കത്തിക്കുന്നു, വീണ്ടും അത് തന്നെ എഴുതുന്നു. കാര്യം നമ്മൾ ഒരു തവണ എഴുതിയെന്ന് പറഞ്ഞ് നമുക്ക് ഹീലാവില്ല. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ എഴുതി ആ ഒരു സംഭവം നമുക്കൊന്നുമായിട്ട് തോന്നൂല. നമ്മൾ പറ്റി വിളിച്ച് കരഞ്ഞ് എഴുതിയ കാര്യം പിന്നീട് എഴുതുമ്പോൾ അയ്യേ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, ഇത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്നിടത്താണ് നമ്മളുടെ ഹീലിംഗ് കംപ്ലീറ്റ് ആകുന്നത്. അത് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ കുറേയൊക്കെ നമ്മളിത് പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് 25% പഠിക്കാൻ പറ്റും. 75% നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് എല്ലാത്തിലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പല ടെക്നിക്കും മനസ്സിലാകും ഇതിങ്ങനെ ചെയ്താൽ. അങ്ങനെയാണ് ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് പരീക്ഷിച്ച് നോക്കൂ. ഇത് ഒരു ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാം. നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്, ഞാനത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നേയില്ല എന്ന്. അത് നമ്മൾക്ക് തരുന്ന ബാക്കിയുള്ള സ്റ്റക്കുകൾ, അതായത് ചിലപ്പോൾ നമുക്കൊരു കരിയറിൽ സ്റ്റക്ക് വരുന്നത്, നമ്മളുടെ മണി സ്റ്റക്ക് വരുന്നത്, റിലേഷൻഷിപ്പ് സ്റ്റക്ക് വരുന്നത് എല്ലാം നമ്മൾ ഞാൻ ഓർക്കാനേ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന ഈ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഓർക്കുക. അത് ഓർത്ത് എഴുതി കത്തിച്ച് ആ ഓർമ്മകളെ മറയ്ക്കുകയല്ല ചെയ്യാനുള്ളത്. ഓർമ്മകളെ നമ്മൾ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്, ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊന്നും മറച്ച് വെക്കാൻ സാധിക്കില്ല. കാര്യം നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ ബോധ മനസ്സിൽ മറച്ച് വെക്കുന്ന ഈ കാര്യങ്ങളാണ്. ഇതെടുത്തിട്ടാണ് ഉപബോധ മനസ്സ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ബോധപൂർവം മറച്ച് വയ്ക്കുന്ന കാര്യം, അത് ചിലപ്പോൾ അബ്യൂസായിരിക്കാം. അതൊന്നും നമ്മൾ ഓർക്കാനേ ഇഷ്ടപ്പെടില്ലല്ലോ. പക്ഷേ ആ ഒരു അബ്യൂസ് കൊണ്ട് നമ്മളുടെ ഒരു ലൈഫ് മുഴുവൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ആവശ്യവും ഇല്ലല്ലോ. അതൊക്കെ നിങ്ങളൊരു മെൻറ്ററുടെ അടുത്ത് പോയി ഹീൽ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ അബ്യൂസൊക്കെ നേരിട്ടവർ ചെയ്യേണ്ടത്. നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ. അങ്ങനെയുള്ളവരൊക്കെ ഇച്ചിരി പൈസ ചിലവായാലും നല്ലൊരു മെൻറ്ററെ കണ്ടെത്തി പേഴ്സണൽ സെഷൻ എടുത്ത് ഹീൽ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള അഡ്വൈസ്. അല്ലാതെ നമുക്ക് ഹീൽ
ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റൂ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകളെ ഒന്നും നമുക്ക് ഉണക്കാൻ സാധിക്കില്ല. അപ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കത്തിച്ച് കളഞ്ഞ് അത് പക്ഷേ ഒരു ദിവസം കൊണ്ടോ ഒന്നും സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഇന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ കാണൂലേ 24 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കൂ. അങ്ങനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് 4 വർഷം കൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതൊന്നും സാധിക്കില്ല. പക്ഷെ നമ്മൾ ഇന്ന് ഇറങ്ങി തിരിച്ചാലേ ഇനി ചിലപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നെങ്കിലും ഇറങ്ങിയാലേ അവിടെ എത്താൻ പറ്റുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തെ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് പല ഘട്ടങ്ങളായി തിരിക്കുക. നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മളുടെ ലൈഫിൽ ഒരു മോസ്റ്റ് ടേണിങ് സംഭവിക്കുന്ന ഒരു കാലഘട്ടം ഇതാണ്. അതായത് ഇപ്പോൾ സ്കൂൾ ലൈഫിങ്ങാണ്, അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച സമയമാണ്, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ സമയമാണ്, ഇന്ന ജോലി കിട്ടിയ സമയം തൊട്ട് എനിക്കൊരു ചേഞ്ച് ഉണ്ടായി. അപ്പോൾ അതിനെ പല ഘട്ടങ്ങളായി തിരിച്ച് ഓരോ ഘട്ടങ്ങളും ഹീൽ ചെയ്യുക. ആദ്യത്തെ ഘട്ടം പൂർണ്ണമായി ഹീൽ ചെയ്തതിന് ശേഷം 2ാം ഘട്ടത്തിലേക്ക് പോവുക. അത് ആദ്യത്തെ ഘട്ടം നമ്മൾ എഴുതി അത് കംപ്ലീറ്റ് എഴുതി. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഫുൾ എഴുതാൻ പറ്റില്ല. നമുക്ക് എവിടെ വെച്ച് നിർത്തുന്നോ അവിടെ വെച്ച് നിർത്തുക. അപ്പോൾ തന്നെ കത്തിക്കുക. അത് സൂക്ഷിച്ച് വെക്കരുത്. അപ്പോൾ തന്നെ കത്തിക്കുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എഴുതുക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് തന്നെ എഴുതുക. നമുക്ക് ഒൺസ് പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇല്ല ഒന്നുമില്ല അതൊക്കെ ഓർക്കുമ്പോഴേ സന്തോഷമാണ് എന്ന് തോന്നുന്ന ഒരു മൊമെൻറ്റ് മാത്രമാണ് നമ്മളുടെ ആ കാലഘട്ടത്തിലെ ഹീലിംഗ് പൂർണ്ണമായി എന്ന് നമ്മൾ അറിയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത കാലഘട്ടം എടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത കാലഘട്ടം. പിന്നെ നമ്മളൊരു പേപ്പർ എടുത്ത് വെച്ചാൽ നമ്മളുടെ പാസ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വളരെയധികം ന്യൂട്രലായിട്ട് തോന്നണം. ഒരു സങ്കടങ്ങളോ ഒരു വിഷമങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ ലൈഫ് ഇങ്ങനെ കാണുമ്പോൾ ഒരു സിനിമ കണ്ടിരിക്കുന്ന ഫീലിൽ മൂന്നാമതൊരാൾ കണ്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നണം. നമ്മളുടേതായിട്ട് തോന്നാത്ത രീതിയിൽ വരണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഇത് പൂർണ്ണമായി ഹീൽ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യൂ. അപ്പോൾ ഇനിയും ഞാൻ ഇത്തരം വീഡിയോസായിട്ട് വരുന്നതാണ്. ഇത് എനിക്കറിയാം, ഇത് ഉപകാരപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് ഇനിയും ഞാൻ ഇതിലെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതാണ്. താങ്ക് യു ഓൾ.